ഹരിമോഹനിലേക്ക് കൂടി പോവുകയാണ്. ഹരിമോഹൻ എങ്ങോട്ടാണ് ഈ കേസിന്റെ പോക്ക് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഡി മണി എന്ന രീതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ SIT ചോദ്യം ചെയ്യാൻ എത്തിയിരുന്നു. MS മണി എന്നാണ് ഇപ്പോൾ അതിനുശേഷം അഷ്കർ പ്രതികരണം തേടിയപ്പോൾ പറഞ്ഞത് താനല്ല ഡി മണി എന്നുള്ളതാണ് ഈ വ്യക്തി പറഞ്ഞത്. അതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ SITയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകണം. SITക്ക് എന്ത് ലഭിച്ചു, ഈ 2 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ എന്ത് വിവരങ്ങൾ ലഭിച്ചു, ഇത് ഡി മണിയാണോ എന്ന വ്യക്തത ലഭിച്ചോ, അല്ലെങ്കിൽ ആരാണ്, ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടുതൽ പോകേണ്ടതുണ്ടോ, ഡി മണിയെ തേടി ഇനിയും പോകണോ എന്നതുകൂടി അറിയണം. ഒപ്പം ബാലമുരുകൻ എന്നൊരു പേര് കൂടി ഇതിലിപ്പോൾ വരുന്നു. ബാലമുരുകൻ ഓൾറെഡി ഈ ഘട്ടത്തിൽ ഈ അന്വേഷണ ഘട്ടത്തിൽ ഉള്ളതാണ്. നേരത്തെ ഈ ഡി മണിയുടെ പേര് പല പേരുകൾ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. അതിൽ ഡയമണ്ട് മണി എന്നും ദിണ്ടുകൽ ബാലമുരുകൻ ആകാം എന്നും അടക്കം SITയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇപ്പോൾ എന്താണ് ഹരിക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രുതി, ഇതിനകത്ത് ചോദ്യം ചെയ്യൽ പൂർത്തിയായ ഘട്ടത്തിൽ SIT ഇപ്പോൾ വളരെ ആശയക്കുഴപ്പത്തിലാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. SITക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർ പങ്കുവെക്കുന്ന സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ പ്രവാസി വ്യവസായി ഒരു മൊഴി നൽകുന്നു. ആ മൊഴിക്കകത്ത് ഒരു ഡി മണി എന്ന് തനിക്കറിയാവുന്ന ഒരു വ്യക്തി താനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഫോണിൽ. അതിനുശേഷം തങ്ങൾ നേരിട്ട് ഡിണ്ടിഗലിൽ വെച്ച് കണ്ടിട്ടുമുണ്ട്, തമിഴ്നാട്ടിലെ മറ്റു പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുമുണ്ട്. ആ കാര്യം പ്രവാസി വ്യവസായി SITയോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നോട് ഡി മണി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രവാസി വ്യവസായി പറയുന്നു. അതിനുശേഷം ഡി മണിയുടേതായി തനിക്ക് പങ്കുവെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൈമാറാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഒരു ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പറാണ് SITക്ക് ഈ പറയുന്ന പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ളത്. പിന്നീട് മുഴുവൻ, അതായത് SITയുടെ പക്കൽ ഡി മണി എന്ന് പറയുന്ന ആളെക്കുറിച്ചുള്ള ഒരു വിവരമായി ഉള്ളത് ഈ മൊഴികളിൽ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഫോൺ നമ്പറാണ്. അതായത് ഒരു ചിത്രം പങ്കുവെക്കാൻ ഈ പ്രവാസി വ്യവസായിക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇയാളുടെ സ്ഥാപനത്തിന്റെ വിവരങ്ങളോ അല്ലെങ്കിൽ ഇയാളുടെ വീട് എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാനോ ഒന്നും തന്നെ ഈ പ്രവാസി വ്യവസായിക്ക് കഴിഞ്ഞിട്ടില്ല. ഇയാൾ പങ്കുവെക്കുന്നത് ഒരു നമ്പറാണ്. ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇവർ ഡിണ്ടിഗലിലെ ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട, റിപ്പോർട്ടറിൽ മാത്രം ദൃശ്യങ്ങളിൽ കണ്ട മണിയിലേക്ക് എത്തുന്നത്. ആ മണിയുടെ ചോദ്യം ചെയ്യൽ നമ്മൾ പൂർണ്ണമായും കണ്ടതാണ്. ആ മൊഴിയെടുപ്പ്, ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുപ്പ്, ആ രീതിയിൽ അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ആ മൊഴിയെടുപ്പ് SIT നടത്തിയപ്പോഴാണ് SITയോട് ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇയാൾ പറയുന്നത് താൻ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തന്റെ ഫോൺ നമ്പർ, ഇയാൾ പറയുന്നത് ഇപ്രകാരമാണ്, തന്റെ ഫോൺ നമ്പർ ഇതല്ല. അതേസമയം ബാലമുരുകൻ എന്ന് പറയുന്ന തന്റെ ഒരു സുഹൃത്ത്, അതായത് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനൊക്കെ ആയിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന്റെ ഫോൺ നമ്പറാണ് താൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അയാൾ പറയുന്നത്. അതായത് ഈ ഡി മണി എന്ന് പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ള ആൾ താനല്ല. ഈ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ഇടപാടുകൾ അല്ലെങ്കിൽ ചില സംഭാഷണങ്ങൾ, ചില ഫോൺ കോളുകളൊക്കെ തന്നെ താൻ നടത്തിയിട്ടുണ്ട്. തന്നോടൊപ്പം തന്നെ ഡി മണിയും ഇതേ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ച ഘട്ടത്തിലാവാം ഈ നമ്പർ ഈ പറയുന്ന പ്രവാസി വ്യവസായി ആയിട്ടുള്ള ആളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ടാവാം SIT തന്നിലേക്ക് അന്വേഷണം, അതായത് ഇപ്പോൾ ഈ ഫോൺ നമ്പർ ഉപയോഗിക്കുന്ന ആളെന്നുള്ള നിലയിൽ തന്നിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ SIT ഇത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള ഫോൺ നമ്പർ, അത് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരേ ഒരു മണി ഇത് മാത്രമാണ്. അന്വേഷണത്തിൽ വേറെ ഒരു മണിയെക്കുറിച്ചും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ മേലുദ്യോഗസ്ഥരുമായും ഇപ്പോൾ അവിടെ എത്തിച്ചേർന്ന SIT സംഘം പങ്കുവച്ചിട്ടുണ്ട്. അതായത് മണി എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് SITയുടെ മുൻപിൽ ഇയാൾ മാത്രമാണ്. ഇയാളുടെ പേര് വിവരങ്ങളിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. അത് ഡി മണി എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ അടുത്ത് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ തനിക്കറിയാവുന്ന ആൾ എന്നുള്ളതാണ് ഈ പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴി. ആ ഡി മണി തന്നെയാണോ ഈ ഡി മണി, അല്ലെങ്കിൽ ഇയാളുടെ യഥാർത്ഥ പേര് ബാലമുരുകൻ എന്നാണോ, MS മണി എന്നാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇയാൾ പറയുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ SITയുടെ പക്കലുള്ളത്. ഇനി ഇതുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമായിരിക്കും അതിലൊരു വ്യക്തത വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇയാളോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഇയാൾ പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ല, തന്റെ സുഹൃത്തായിട്ടുള്ള ബാലമുരുകൻ ആവാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇയാൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള മൊഴി തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടോ, അയാളാണോ ശരിക്കും ഡി മണി, അല്ലെങ്കിൽ ബാലമുരുകൻ എന്ന് പറയുന്ന ആൾ അയാളാണോ എന്നുള്ളത് കൂടി SITക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ആ ഫോൺ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ചില മറുപടികൾ ഈ പറയുന്ന മണി, അതായത് ഈ മൊഴി നൽകിയിട്ടുള്ള മണിയിൽ നിന്ന് SITക്കും ലഭിച്ചിട്ടുണ്ട്. അതായത് 2 തരത്തിൽ പൊരുത്തക്കേടുകളുള്ള മൊഴി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആദ്യം പറയുന്നത്, അതായത് നമ്മുടെ അടുത്ത് ബൈറ്റിൽ പറഞ്ഞതുപോലെയല്ല, കുറച്ചൊരു വ്യത്യാസപ്പെടുത്തിയാണ് SITയുടെ അടുത്ത് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. അതായത് അത് ഇങ്ങനെയാണ്.
തന്നെയാണ്. ആദ്യം പറയുന്നത് താൻ ഈ പറയുന്ന ഫോൺ നമ്പർ ഉപയോഗിക്കുന്നു, അത് ആദ്യം ഉപയോഗിച്ചിരുന്നത് തന്റെ സുഹൃത്തായിട്ടുള്ള ബാലമുരുകനാണ്. പക്ഷെ പിന്നീട് അത് ഇയാൾ രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപയോഗിച്ച ഏതെങ്കിലും ഘട്ടത്തിലാവാം നിങ്ങൾ ഈ പറയുന്ന മൊഴി നൽകിയിട്ടുള്ള പ്രവാസി വ്യവസായിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെയാവാം ഇയാൾ നമ്പർ കൈമാറിയിട്ടുണ്ടാവുക. താൻ എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഫോൺ നമ്പർ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണെന്നൊന്നും തനിക്ക് അറിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും